നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ദന്താരോഗ്യവും വദനാരോഗ്യവും എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ദന്തവദനാരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത് കേരള ഹെൽത്ത് സർവീസസിലെ ഡെന്റൽ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ ആണ്. നാഷണൽ ഓറൽ ഹെൽത്ത് പ്രോഗ്രാംസിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ കൂടിയാണ് ഡോക്ടർ. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ ദന്തവദനാരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം എത്രത്തോളമായിരിക്കും? ഇതിന്റെ കോംപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ എന്തൊക്കെയായിരിക്കും? ശാരീരിക സ്വാസ്ഥ്യത്തിൻ്റെ പ്രതിഫലനമാണ് വദനാരോഗ്യം. നമ്മുടെ ശരീരത്തിൻ്റെ വാതിലാണ് നമ്മുടെ വാ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. നമുക്ക് നിത്യേന ആഹാരം പോകേണ്ടുന്ന ആ ഒരു അറയായതിനാൽ എപ്പോഴും വായും പല്ലും പരിസര പ്രദേശങ്ങളും വളരെ വൃത്തിയായും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ദന്തരോഗങ്ങൾ ശരീരത്തിലെ മറ്റ് അവസ്ഥയിലുള്ള നമ്മുടെ ഹൃദയ സംബന്ധിയായ അസുഖങ്ങളുമായും ശ്വാസകോശ സംബന്ധിയായ അസുഖങ്ങളുമായും വൃക്ക സംബന്ധിയായ രോഗങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതുകൂടാതെ പ്രമേഹം, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, എംഫിസീമ, ചില ചർമ്മരോഗങ്ങൾ ഇവയുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. കൂടാതെ ഗർഭിണികളായ സ്ത്രീകളിൽ ദന്തരോഗവും മോണരോഗവും കലശലാണെങ്കിൽ ചികിത്സ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അവർ തൂക്കക്കുറവും മാസം തികയാതെയുമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നീണ്ടേക്കാം. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വദന രോഗങ്ങളും ദന്തരോഗങ്ങളും ഒരു പരിധിവരെ നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും? ഇതിന് പൊതുവെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, അതൊക്കെ എന്തൊക്കെയാണ്? നമുക്ക് എല്ലാ ദന്തരോഗങ്ങൾക്കും അടിസ്ഥാന കാരണം വായ്ക്കുള്ളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാക്ക് എന്ന് പറയുന്ന വളരെ സുതാര്യമായ ഒരു പാട തന്നെയാണ്. ഈ പ്ലാക്ക് ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകളുടെയും മറ്റ് അണുജീവികളുടെയും ഒരു ആവാസ വ്യവസ്ഥ തന്നെയാണ്. ഏതൊരു കുഞ്ഞും ജനിക്കുമ്പോൾ വാ 100% അണുവിമുക്തമായിരിക്കും. ഓരോ മിനിറ്റ് കഴിയുന്തോറും വായ്ക്കുള്ളിൽ വരുന്ന ബാക്ടീരിയകളുടെ അത് ആദ്യം കോക്കയെന്നും പിന്നെ ബാസില്ലി, സ്പൈറോക്കീറ്റ്സ് അങ്ങനെ വ്യത്യസ്തങ്ങളായുള്ള ബാക്ടീരിയകളുടെ എണ്ണം കൂടുകയും മണിക്കൂറുകളും ദിവസങ്ങളും കഴിയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അണുജീവികളുടെ ഒരു ആവാസ വ്യവസ്ഥയായി മാറുന്നു. ഈ അണുജീവികൾ വായ്ക്കുള്ളിൽ ചെറിയ കുഞ്ഞുങ്ങളുടെ അല്ലാതെ തന്നെ പല്ലു മുളച്ച കുഞ്ഞുങ്ങളുടെയോ പ്രായപൂർത്തിയായവരുടെയോ പല്ലിലും മോണയിലും പ്രവർത്തിക്കുകയും അവ നമുക്ക് വിവിധ തരത്തിലുള്ള ദന്തവദന രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ദന്തവദന രോഗങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ദന്തരോഗം, അതായത് ദന്തക്ഷയവും മോണരോഗങ്ങളും മാത്രമല്ലാതെ വായിലെ സുതാര്യമായ പാട അഥവാ ഓറൽ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന പാടയുടെ വിവിധ തരത്തിലുള്ള അസുഖങ്ങളും, വദനാർബുദം അഥവാ ഓറൽ ക്യാൻസർ, ആ വദനാർബുദത്തിന് മുന്നോടിയായി വരുന്ന ചില പ്രത്യേക തരത്തിലുള്ള ഓറൽ പൊട്ടൻഷ്യലി മാലിഗ്നൻറ്റ് ഡിസീസസ്, ഉദാഹരണത്തിന് ലൂക്കോപ്ലാക്കിയ, എറിത്രോപ്ലാക്കിയ എന്നീ ഓറൽ പൊട്ടൻഷ്യലി മാലിഗ്നൻറ്റ് ഡിസീസസും ഓറൽ പൊട്ടൻഷ്യലി മാലിഗ്നൻറ്റ് കണ്ടീഷൻസായ ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ്, ഓറൽ ലൈക്കൻ പ്ലാനസ്, ഓറൽ കാൻഡിഡിയാസിസ് എന്നിവയും അതിൽപ്പെടുന്നു. മേൽത്താടി എല്ലിനെയും കീഴ്ത്താടി എല്ലിനെയും. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. സംശയമായ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വർക്കലയിൽ നിന്ന് അനിയാണ്. അനി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്ക് 26 വയസ്സായി. കഴിഞ്ഞ 2 മാസം മുമ്പ് എനിക്ക് കവിളിൽ നീര് വന്നു. ഞാൻ ഇവിടെ ആശുപത്രി കാണിച്ചു, വർക്കല ആശുപത്രിയിൽ. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു പല്ല് കുരുങ്ങി കിടക്കുന്നതാ, അതുകൊണ്ടുണ്ടായ പഴുപ്പാണ്, മരുന്ന് തന്നിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ അത് പല്ല് കുരുങ്ങി കിടക്കുന്ന നമുക്ക് അവിടെ കാണാനില്ല.
പക്ഷെ അങ്ങനെ പിന്നെ അങ്ങനെയുള്ള കുരുങ്ങി കിടക്കുന്ന ഇതിൽ വീണ്ടും വീണ്ടും പഴുപ്പ് വീണ്ടും 2 ദിവസം വീണ്ടും വേദന തുടങ്ങിയിട്ടുണ്ട്. അത് എന്താണ് ചെയ്യേണ്ടത് ഇനി? അത് അനി, ഇത് മിക്കവാറും നമുക്ക് ഒന്നാമത്തെ കാര്യം 26 വയസ്സ് ആയി എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഒരു 18 വയസ്സോട് അടുത്ത് വരുമ്പോൾ നമ്മുടെ വായിലെ എല്ലാ അണപ്പല്ലുകളും മുളച്ചു വന്നിരിക്കണം. നമ്മുടെ അവസാനത്തെ അണപ്പല്ലുകൾ അഥവാ തേർഡ് മോളാർ ടീത്ത് ഓരോ ക്വാഡ്രൻറ്റിലുമായി 4 സ്ഥലങ്ങളിൽ നമുക്കതുണ്ട്. ഇത് പലപ്പോഴും കാണുന്നത് എന്തെന്നാൽ ഈ അണപ്പല്ലുകൾ മിക്കവാറും താടിയെല്ലിൻ്റെ വലിപ്പം കുറയുകയോ അല്ലാതെയുള്ള ചില കണ്ടീഷനുകളിൽ ഇത് അസ്ഥിക്കുള്ളിൽ കുടുങ്ങി പോകുവാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഭാഗികമായോ പൂർണ്ണമായോ അസ്ഥിക്കുള്ളിൽ കുടുങ്ങിപ്പോയേക്കാം. അപ്പോൾ നമുക്ക് എല്ലാം നമ്മുടെ മുഖാസ്ഥികളെ വ്യക്തമായി കാണിക്കുന്ന OPG അഥവാ ഓർത്തോ പാൻഡമോഗ്രാഫ് എന്ന പേരിലുള്ള ഒരു ഫിലിം എടുക്കുകയും ഒരു എക്സ്റേ എടുക്കുകയും നമുക്ക് ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്ന പല്ലുകളുടെ ആ അവസ്ഥ കണ്ടുപിടിക്കുകയും ചെയ്യാം. പല്ല് ചെറിയ രീതിയിലൊന്ന് മുളച്ച് പുറത്തേക്ക് വരികയാണെങ്കിൽ അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാ തുറക്കാനുള്ള വൈഷമ്യവും നീരും വേദനയും വന്നേക്കാം. തീർച്ചയായും ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അക്യൂട്ട് പെരിക്കോറോണൈറ്റിസ് എന്നാണ് പറയുന്നത്. ഇത് അപ്പോൾ തന്നെ ചികിത്സ പ്രാപ്യമാക്കിയില്ലെങ്കിൽ കൂടെ ഇത് വിട്ട് വരുന്ന റിക്കറൻറ്റ് പെരിക്കോറോണൈറ്റിസ് എന്ന സ്റ്റേജിലേക്ക് പോകും. മിക്കവാറും ഈ നീർവീഴ്ചയും പഴുപ്പും ഉള്ളിലുള്ള പല കോശങ്ങളിലേക്കും കോശസമൂഹങ്ങളിലേക്ക് വ്യാപിക്കുകയും ചിലപ്പോൾ വിട്ടുമാറാത്ത രീതിയിലുള്ള സ്പേസ് ഇൻഫെക്ഷനും ഒരു പക്ഷേ മരണത്തിന് തന്നെ കാരണമാകുന്ന ലുഡ്വിഗ്സ് അഞ്ചൈന എന്ന വളരെ മോശപ്പെട്ട ഒരു അസുഖത്തിലേക്ക് വരെ ഈ കാര്യങ്ങൾ ചെന്നെത്തിക്കാം. എങ്ങനെ? കൃത്യമായ രീതിയിൽ ആൻറ്റിബയോട്ടിക്കുകളും മറ്റുള്ള ഔഷധങ്ങളും കൊണ്ട് ചികിത്സിക്കാതെ വന്നാൽ, പ്രത്യേകിച്ചും പ്രമേഹം, രക്തസമ്മർദ്ദം മുതലായതിൽ കഷ്ടപ്പെടുന്ന ചില രോഗികളിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ വന്നാൽ ഒരു പക്ഷേ അത് ജീവൻ വരെ ഭീഷണിയാവുന്ന രീതിയിലുള്ള ലുഡ്വിഗ്സ് അഞ്ചൈനയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങാം. അതിനാൽ ഇങ്ങനെയുള്ള ഇമ്പാക്റ്റഡ് ആയിപ്പോയ പല്ലുകളെ പരിശോധനയിലൂടെ കണ്ടെത്തുകയും ചിലപ്പോൾ OPG മാത്രമല്ലാതെ CBCT കോൺ ബീം കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി എന്ന് പറയുന്ന ആ ഒരു സങ്കേതവും കൂടെ നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് സർജിക്കലായി റിമൂവ് ചെയ്ത് കളയുകയാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ഡോക്ടർ പല്ല് എടുത്തേ പറ്റും, മരുന്ന് നിൽക്കത്തില്ലേ? മുളച്ചു വരുമോ പല്ലിനി? വളരെ പൂർണ്ണമായും മുളയ്ക്കുന്ന സ്റ്റേജിലേക്ക് നിൽക്കുന്ന ഒരു സമയത്താണെങ്കിൽ ചെറുതായിട്ട് തന്നെ മേളിലുള്ള ആ മ്യൂക്കസ് മെംബ്രെയിനെ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് ഓപ്പർക്കുലെക്ടമി എന്ന് പറയുന്ന ഒരു മൈനറായിട്ടുള്ളൊരു ഓപ്പറേഷനിലൂടെ വേണമെങ്കിൽ പല്ല് മുളപ്പിക്കാം. പക്ഷേ പലപ്പോഴും അവസാനത്തെ പല്ല് നമുക്ക് വലിയ രീതിയിലുള്ള പ്രയോജനമുള്ള പല്ലേ അല്ല. അതിനാൽ ഇതിനെ സർജിക്കലി റിമൂവ് ചെയ്യാനേ ഞാൻ എപ്പോഴും ഉപദേശിക്കാറുള്ളൂ. എന്തെന്നാൽ ഒരിക്കൽ നാം പെരിക്കോറോണൈറ്റിസ് എന്ന് പറയുന്ന ഈ രീതി നമ്മൾ ഓപ്പർക്കുലെക്ടമി എന്ന് പറയുന്ന ആ മൈനർ സർജറിയോട് ചികിത്സിച്ചാലും വീണ്ടും അതേ പ്രശ്നം തന്നെ വീണ്ടും ഉയർന്നു വരുവാനും കൂടെ വിട്ടുള്ള വേദനയ്ക്കും നീർവീഴ്ചയ്ക്കും വാ തുറക്കാനുള്ള വൈഷമ്യത്തിനും കാരണമായേക്കാം. ഭക്ഷണം കഴിക്കാനും ഒക്കില്ല, പനി വരാം, മറ്റുള്ള സ്പേസുകളിലേക്കും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. വ്യക്തമായി കാണുമെന്ന് കരുതുന്നു ഡോക്ടർ. നമ്മൾ കോളിന് മുൻപ് സംസാരിച്ചതിന് ചേർത്ത് ചോദിക്കുകയാണ്, ഈ വായിൽ സാധാരണ വരുന്ന അസുഖങ്ങൾ എന്തെല്ലാമാണ്? ഇതിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് വായിൽ നിന്നും ഉത്ഭവിക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദന്തക്ഷയം, വിവിധ തരത്തിലുള്ള ദന്തക്ഷയങ്ങളുണ്ട്, മോണരോഗങ്ങളുണ്ട്. ഇതുകൂടാതെ വായുടെ സുതാര്യമായ പാട അഥവാ ഓറൽ മ്യൂക്കസ് മെംബ്രെയിനെ ബാധിക്കുന്ന വിവിധതരം അസുഖങ്ങൾ. അത് വേണമെങ്കിൽ വൈറസ് മുഖാന്തരമാകാം, ബാക്ടീരിയ മുഖാന്തരമാകാം, അത് ഫംഗസ് മുഖാന്തരമാകാം, പലതരത്തിലാകാം. ഇതൊന്നും കൂടാതെ തന്നെ വായുടെ പരിസര പ്രദേശങ്ങളിൽ പല്ല് രൂപപ്പെട്ടു വരുമ്പോഴോ പല്ലിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള കോശങ്ങളും കലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന തരത്തിലുള്ള വിവിധ തലത്തിലുള്ള ട്യൂമറുകളും സിസ്റ്റുകളും വദനാർബുദത്തിന് മുന്നോടിയായി വരുന്ന പ്രീ ക്യാൻസറസ് രോഗങ്ങളും നമ്മുടെ താടിയെല്ലിൻ്റെ ജോയിൻ്റ് അതായ ടെമ്പറോമാൻഡിബുലർ ജോയിൻറ്റിനെ ബാധിക്കുന്ന അസുഖങ്ങളും പല്ലില്ലാത്ത അവസ്ഥയും മുറി അണ്ണാക്ക്, ക്ലെഫ്റ്റ് പാലറ്റ്, ക്ലെഫ്റ്റ് ലിപ്പ് എന്നിവയും
അതുപോലെ ഒബ്ലിക് ഫേഷ്യൽ ക്ലെഫ്റ്റുകളും അതിനോടൊപ്പം തന്നെ മറ്റു പലതരത്തിലുള്ള വിവിധങ്ങളായ ദന്തവദന രോഗങ്ങളുമുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പല്ലുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു രോഗങ്ങളുണ്ടല്ലോ, ഇതിനൊക്കെ എങ്ങനെ നേരത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് ചികിത്സിക്കാനാകും? നൂതന ചികിത്സാ രീതി മാർഗങ്ങളൊക്കെ എന്തെല്ലാമായിരിക്കും? നമുക്ക് ഈ സാധാരണ രീതിയിലുള്ള ദന്തക്ഷയം അഥവാ ഡെൻ്റൽ കാരീസ് പല്ലിനകത്ത് പല്ലിൻ്റെ ഉപരിതലത്തിലോ പരിസര പ്രദേശങ്ങളിലോ ചെറിയ ബ്രൗൺ നിറത്തിലോ കറുപ്പ് നിറത്തിലോ ഒരു പോട് പോലെ വരികയും അത് ക്രമേണ ബാക്ടീരിയകളുടെയും അണുജീവികളുടെയും പ്രവർത്തനത്താൽ ഒരു ഗർത്തമായി രൂപപ്പെടുകയും അത് അതിൻ്റെ എനാമലിൽ നിന്നും ഡെൻറ്റീനിലേക്കും തദ്വാര ഡെൻ്റൽ പൾപ്പിലേക്കും പൾപ്പിൽ നിന്നും ഉള്ളിലുള്ള കോശ സമൂഹങ്ങളിലേക്കും വ്യാപിച്ച് ഇത് സ്പേസ് അണുബാധയോ ഓസ്റ്റിയോമൈലൈറ്റിസോ ഒക്കെ ആയിത്തീരാം. ഇത് കൂടാതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള മോണരോഗങ്ങളെന്ന് പറയുമ്പോൾ മോണരോഗങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ജിഞ്ചിവൈറ്റിസ്, അത് തന്നെ അക്യൂട്ടും ക്രോണിക് ജിഞ്ചിവൈറ്റിസുകൾ കാണാം. അതിനോടൊപ്പം തന്നെ മോണയുടെ തരുണാസ്ഥിയെ ദ്രവിപ്പിച്ച് കളയുന്ന പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്ന വളരെ അല്പം കൂടെ കടന്ന രീതിയിലുള്ള മോണരോഗം, വിവിധ തരത്തിലുള്ള മോണത്തടിപ്പുകൾ, അതായത് മോണയുടെ പല വശങ്ങളിൽ പലപ്പോഴും പല രീതിയിൽ മോണത്തടിപ്പുകൾ പ്രത്യക്ഷപ്പെടാം. ഈ പ്രത്യക്ഷപ്പെടുന്നത് ചിലപ്പം ഡയബറ്റീസിനോട് ചേർന്നായിരിക്കാം. ഗർഭിണികളുടെ ആ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ രണ്ടാമത്തെ ട്രൈമസ്റ്ററിന് ശേഷം മൂന്നാമത്തെ ട്രൈമസ്റ്റർ, അതിനുശേഷം പ്രസവത്തിന് ശേഷം ചിലപ്പോൾ ചുരുങ്ങുന്ന മോണത്തടിപ്പുകൾ കാണാം, ചിലപ്പോൾ ഒരിക്കലും ചുരുങ്ങാത്ത തടിപ്പുകൾ കാണാം. പിന്നെ അതുപോലെ വിവിധ തരത്തിലുള്ള രക്താർബുദങ്ങൾ, രക്തസംബന്ധിയായ അസുഖങ്ങളായ അക്യൂട്ട് മൈലോസൈറ്റിക് ലുക്കേമിയ, ലിംഫോസൈറ്റിക് ലുക്കേമിയ മുതലായിട്ടുള്ള അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് മോണതടിപ്പുകൾ വരാം. ഇത് കൂടാതെ തന്നെ നമുക്ക് മോണയിൽ നിന്നും ഓഷ്യസ് ഡിഫക്ട്സ് അഥവാ ബോണി ഡിഫക്ട്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന രീതിയിലുള്ള അതിൻ്റെ മോണയുടെ തരുണാസ്ഥിതിയുടെ ആർക്കിടെക്ചർ, അതിൻ്റെ ആ ഘടനയിലുള്ള വ്യതിയാനമനുസരിച്ച് പലതരത്തിലുള്ളതും വരാം. ഇത് കൂടാതെ തന്നെ ശരീരത്തിലുള്ള പലതരത്തിലുള്ള സിസ്റ്റമിക് മറ്റുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങളുടെ പ്രതിഫലനമായും മോണയിൽ തടിപ്പ് വരാം. ചില രോഗികൾ അവരുടെ എപ്പിലെപ്സി അഥവാ ജനി അങ്ങനെയുള്ള സീഷറിന് വേണ്ടിയുള്ള വിവിധ തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്ന രോഗികളിലും വലിയ രീതിയിലുള്ള മോണത്തടിപ്പുകൾ വരികയും ഒരു പല്ലിനെ മാത്രമല്ല പല്ലിനെ മൊത്തത്തിൽ വന്ന് മോണ കവർ ചെയ്ത് അതിൻ്റെ ഉപരിതലമെല്ലാം അടയുകയും അങ്ങനെ വരുന്ന ജിഞ്ചേവൽ ഹൈപ്പർട്രോഫി, കംപ്ലീറ്റ് ജിഞ്ചേവൽ ഹൈപ്പർട്രോഫി വന്നിട്ട് മോണയുടെ ഉപരിതലം പല്ലിൻ്റെ ഉപരിതലം മുഴുവൻ കവർ ചെയ്ത് അവർക്ക് ഒന്നും ചവയ്ക്കാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യുന്നതായി കാണാം. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് കനകയാണ്. കനക ഡോക്ടറോട് ചോദിക്കാം. 4 വയസ്സുള്ളപ്പോൾ കൊച്ചു ഇതുപോലെ കളിച്ചോണ്ടിരുന്നപ്പോ ഏതിലോ കടിച്ച് പല്ല് പോയി, ഫ്രണ്ടിലത്തെ 3ാമത്തെ പല്ല് കുഴിഞ്ഞു പോയി. അപ്പൊ കുറെ ബ്ലീഡിങ്ങും ഉണ്ടായി, പല്ല് പൂർണ്ണമായിട്ടും പോയി. പിന്നെ ബാക്കി പല്ലുകളൊക്കെ 7 വയസ്സായപ്പോ കിളിച്ചു വന്നിട്ട് ആ പല്ല് ഇതുവരെ കിളിച്ചിട്ടില്ല ഡോക്ടറെ. അതിനോടൊപ്പം ഉള്ള ഇടത് സൈഡിലെ പല്ല് കിളിച്ചു, അതേ സ്ഥാനത്തുള്ള വലത് പോയ പല്ല് 4 വയസ്സുള്ളപ്പം പിഴുതു പോയ പല്ല് ഇതുവരെ കിളിച്ചില്ല. അതിനോടൊപ്പമുള്ള ഇടത് സൈഡിലെ മറ്റേ സൈഡിലെ പല്ല് കിളിച്ചിട്ട് ഇത് കിളിച്ചിട്ടില്ല. ഒരു ചോദ്യമാണ് നമ്മുടെ പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത്. എന്തെന്നാൽ ഈ 4 വയസ്സുള്ള കുഞ്ഞിന് വീഴ്ചയിൽ പോയത് അതിൻ്റെ ക്ഷീരദന്തങ്ങളിൽപ്പെട്ട കോമ്പലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 3ാമത്തെ പല്ലാണെന്ന് പറയുന്നു മുൻവരിയിൽ നിന്നും. സാധാരണ ആ കോമ്പല് പോയി കഴിഞ്ഞതിന് ശേഷം അത് മുളയ്ക്കുന്നത് അതിനൊരു 2ാമത്തെ, അതായത് സ്ഥിരം പല്ലായിട്ടുള്ള കോമ്പല് മുളയ്ക്കുന്നതിന് ഒരു റേഞ്ച് തന്നെ ഉണ്ട്. ഒരു 12 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അതിൻ്റെ പകരം പല്ല് വരാൻ. എന്തെന്നാൽ എപ്പോഴും നമുക്ക് സ്ഥിരദന്തങ്ങൾ മുളയ്ക്കാനുള്ള കാലവിളംബം എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന്, ക്ഷീരദന്തങ്ങൾ അകാരണമായി വളരെ മുമ്പേ നശിച്ച് കൊഴിഞ്ഞു പോവുകയോ അതല്ലെങ്കിൽ നശിച്ച് എടുത്തു കളയുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ നമുക്ക് ഇത് വളരെ മുമ്പേ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഈ പറയപ്പെടുന്ന കുഞ്ഞിൻ്റെ ഓറൽ മ്യൂക്കസ് മെംബ്രെയിൻ, അതിൻ്റെ മോണയുടെ കട്ടിയിലും ചിലപ്പോൾ ബോണിൻ്റെ കട്ടിയും കൂടിക്കഴിഞ്ഞാൽ ഈ പല്ല് വരാതെ തന്നെ കാലങ്ങളോളം കുടുങ്ങി അകത്ത് നിൽക്കാം.
ഈ പറയുന്ന പോലെ ഏകദേശം ഒരു 12-13 വയസ്സ് കഴിഞ്ഞിട്ട് 14 വയസ്സ് വരെ കാത്തിരുന്നിട്ടും പല്ല് വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിനു മുമ്പേ തന്നെ നമുക്ക് ഈ കുട്ടിയുടെ ഒരു OPG എന്ന് പറയുന്ന ഒരു വലിയ നല്ല ഫിലിം എടുത്തിട്ട് അതിൻ്റെ നമുക്ക് വ്യക്തമായി ഒന്ന് വിശകലനം ചെയ്ത് ആ പല്ല് വരാനുള്ള പെർമനൻ്റ് ആയിട്ടുള്ള കോമ്പല്ലിൻ്റെ പൊസിഷൻ ഇപ്പോൾ എവിടെയാണ്, അത് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അഥവാ പല്ല് പരിസര പ്രദേശങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു സർജിക്കൽ എക്സ്പോഷർ വഴി ഈ പല്ലിന് പുറത്തേക്ക് മുളപ്പിക്കാവുന്നതാണ്. ഇതൊന്നും കൂടാതെ തന്നെ വിവിധ തരത്തിലുള്ള ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് വഴി പലതരം പ്രീ ഡിറ്റർമിൻഡായി ചെയ്തു വെച്ചിട്ടുള്ള പ്രത്യേകതരം സ്പ്രിങ്ങുകളും അതിനോടൊപ്പം ചില പ്രത്യേകതരം ട്രാക്ഷൻ സ്പ്രിങ്ങുകളും ഓർത്തഡോണ്ടിക് ഡിവൈസുകൾ ഉപയോഗിച്ച് പല്ലിനെ നമുക്ക് മുളപ്പിച്ച് യഥാസ്ഥലത്ത് തന്നെ കൊണ്ടുവരാം. പക്ഷേ ഒറ്റ പ്രശ്നം എന്തെന്നാൽ ഈ പറയപ്പെടുന്ന പല്ലിനോടനുബന്ധിച്ച് മറ്റു മാംസ വളർച്ചകളോ ഡെൻ്റൽ സിസ്റ്റുകളോ ഒന്നും രൂപം കൊണ്ടിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനാൽ വിശദമായ പരിശോധന അത്യാവശ്യമാണ്. വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ പ്രേക്ഷകർ കുട്ടികളിലെ കാര്യം ചോദിച്ചതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഈ കുട്ടികളിലെ വദനാരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? കുഞ്ഞുങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് എന്തെന്നാൽ പ്രാരംഭ ശൈശവകാല ദന്തക്ഷയം അഥവാ ഏർലി ചൈൽഡ്ഹുഡ് കാരീസ്. വളരെ കുഞ്ഞു പ്രായത്തിലെ തന്നെ പാല് കൊടുക്കുമ്പോഴോ, അതായത് അമ്മയുടെ മുലപ്പാലോ കുപ്പിപ്പാലുകളോ അതുപോലെ തന്നെ ഏതെങ്കിലും കുറുക്കോ കുഞ്ഞുങ്ങൾക്ക് തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുകയും ചിലപ്പോൾ പാല് വെച്ച് കൊടുത്ത കുപ്പി തന്നെ വായിലിരിക്കുക കുഞ്ഞ് ഉറങ്ങിപ്പോകുന്ന ഒരവസ്ഥയിൽ പലപ്പോഴും ബാക്ടീരിയകളുടെ പ്രവർത്തനത്താൽ പ്രത്യേകിച്ചുള്ള ആസിഡ് ഫോം ചെയ്യുകയും അത് കുഞ്ഞിൻ്റെ മുൻവരിയിൽ മുകൾ താടിയിലെ മുൻവരിയിലെ സെൻട്രൽ ഇൻസൈസർ പല്ലുകളെ ഉളിപ്പല്ലുകളെ ദ്രവിപ്പിച്ച് കളയുകയും കീഴ്ത്താടിയിലെ അണപ്പല്ലുകളെയും ദ്രവിപ്പിച്ച് കളയുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം സംജാതമാവുകയാണ്. തീർച്ചയായും ഇത് വളരെയധികം നാം കണ്ടെത്തി തുടക്കത്തിൽ തന്നെ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്. എന്തെന്നാൽ വളരെ ചെറിയ പ്രായത്തിൽ 6 മാസം പ്രായമുള്ളപ്പോൾ കുഞ്ഞിൻ്റെ പല്ലുകൾ മുളച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങളെ പലപ്പോഴും പല രക്ഷകർത്താക്കൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ എൻ്റെ കുഞ്ഞിതാ മുളച്ച് വന്ന പല്ലുകൾ ഇങ്ങനെ ഇരിക്കുന്നു. ഒരു കുഞ്ഞിൻ്റെയും മുളച്ച് വരുമ്പോഴേ പല്ലുകൾ ദ്രവിച്ചല്ല വരുന്നത്. അത് വളരെ റെയറായി മാത്രം വിരളമായി ചിലപ്പോൾ അമിലോജനസിസ് ഇംപെർഫെക്റ്റ, ഡെൻറ്റിനോജനസിസ് ഇംപെർഫെക്റ്റ അതുപോലെയുള്ള വിവിധ തരത്തിലുള്ള ഇനാമൽ ഹൈപ്പോപ്ലേസിയ ഡെൻ്റൽ ഹൈപ്പോപ്ലേസിയ വരുന്ന ചില കണ്ടീഷനുകളിൽ പല്ല് വരുമ്പോഴേ തന്നെ നിറവ്യത്യാസവും സ്ട്രക്ചറൽ ഘടനാപരമായ വ്യത്യാസങ്ങളും നമുക്ക് കാണാം. ഈ വായിലെ ക്യാൻസർ എങ്ങനെ ഇത് തുടക്കത്തിൽ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാം? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരൊറ്റ ദിവസം കൊണ്ട് മാത്രം ഒരു വദനാർബുദം അഥവാ വായിലെ ക്യാൻസർ വരണമെന്നില്ല. പലപ്പോഴും വദനാർബുദം വരുന്നതിന് മുന്നോടിയായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഓറൽ പൊട്ടൻഷ്യലി മാലിഗ്നൻ്റ് ഡിസീസസ് ആൻഡ് ഓറൽ പൊട്ടൻഷ്യലി മാലിഗ്നൻ്റ് കണ്ടീഷൻസ് ഇവ ഏതെങ്കിലും ക്രമേണ വരികയും, ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് വായ്ക്കകത്ത് 2 ആഴ്ചയിൽ കൂടുതൽ സമയമെടുക്കുന്ന ഉണങ്ങാതെയുള്ള മുറിവുകളോ തടുപ്പുകളോ വ്രണങ്ങളോ പാടുകളോ പഴുപ്പോ വിള്ളലോ അതിൽ നിന്ന് സ്രവമോ രക്തം വരികയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ പ്രദേശം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഈ വദനാർബുദത്തിന് മുന്നോടിയായി വരുന്ന ല്യൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന ആ പ്രത്യേക തരത്തിലുള്ള അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഏതെങ്കിലും ദന്തോപകരണം കൊണ്ട് ആ പറയപ്പെടുന്ന വായുടെ സുതാര്യമായ പാടയിൽ നാം ഒന്ന് വലിച്ച് നീക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും ഇതിൽ നിന്നും ആ പാട അടന്നു മാറില്ല, അവിടം ചോര വരും. അതിനാൽ അതങ്ങനെയാണ് ല്യൂക്കോപ്ലാക്കിയ. അത് തീർച്ചയായിട്ടും ഒരിക്കലും അടർത്തി മാറ്റാനാവാത്ത ഒരു പ്ലാക്ക് അഥവാ ഒരു പാച്ച് തന്നെയാണത്. ഇത് കൂടാതെ തന്നെ നമുക്ക് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണങ്ങാത്ത മുറിവുകൾ, വ്രണങ്ങൾ, അതിനോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളിൽ കഴലയ്ക്ക് വീക്കം, വാ തുറക്കാൻ വയ്യാത്ത അവസ്ഥ, ചിലപ്പോൾ വളരെ രോഗിയുടെ പ്രതിരോധ ശക്തി വളരെയധികം തകർന്ന് പെട്ടെന്നുള്ള അനീമിയ അഥവാ വിളർച്ചയ്ക്കും ന്യൂന പോഷണത്തിനും വരെ ഇത് വഴിവെക്കാറുണ്ട്. പലപ്പോഴും നാം കാണുന്ന വേറൊരു കാര്യം എന്തെന്നാൽ ഈ ദന്തവദന രോഗങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ
ഒരൊറ്റ കാരണം കൊണ്ടല്ല വരുന്നത്. പുകയിലയുടെയും ചുണ്ണാമ്പിൻ്റെയും അടക്കയുടെയും മദ്യത്തിൻ്റെയും അമിതമായ ഉപയോഗം. സ്ഥിരമായി ഇപ്പോൾ ചെറുപ്പക്കാർ വരെ പല സ്ഥലങ്ങളിലും എത്ര തന്നെ നാം ഇങ്ങനെയുള്ള ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നാം അവർക്ക് ഓറൽ ഹെൽത്ത് അവയർനെസ് കൊടുത്തിട്ട് പോലും അവർ പലപ്പോഴും പുകയിലയുടെയും അടക്കയുടെയും വിവിധ തരത്തിലുള്ള പാൻ മസാലകളുടെയും അനിയന്ത്രിതമായ ഉപയോഗം അവർ ഇങ്ങനെയുള്ളതെല്ലാം കൂടെ ചുരുട്ടി ഒരു പ്രത്യേക രീതിയിലാക്കി വായുടെ കവിളിൻ്റെ ഭാഗത്തോ നാക്കിൻ്റെ ഭാഗത്തോ എവിടെയെങ്കിലും നിരന്തരമായി ഇടുകയും ആ ഭാഗം ഈ തുടരെയുള്ള ആ മെറ്റീരിയൽ ഈ പറയപ്പെടുന്ന പാൻ മസാലകൾ വെക്കുകയും അവിടുത്തെ കൃത്യമായി ഓറൽ മ്യൂക്കസ് മെംബ്രെയിൻ വന്ന് ചില പ്രത്യേക റിയാക്ഷനിലൂടെ ഇതെല്ലാം തന്നെ ആൽക്കലോയിഡ്സും വിഷപദാർത്ഥങ്ങളുമാണല്ലോ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ദന്തവദനാരോഗ്യ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ തലത്തിലുള്ള പദ്ധതികളുണ്ടല്ലോ, അതെന്തെല്ലാമായിരിക്കും? സൗജന്യ ചികിത്സാ സംവിധാനങ്ങൾ ഏതെല്ലാമായിരിക്കും? ഡോക്ടർ, എനിക്കറിയാം ഒത്തിരി പറയാനുള്ളൊരു വിഷയമാണ്, എങ്കിലും സമയപരിമിതിയുള്ളത് കൊണ്ട് ഒന്ന് ചുരുക്കി പറയാം. നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ദന്തവിഭാഗത്തിൻ്റെ 4 ഇന്നൊവേറ്റീവ് പ്രോഗ്രാംസ്, ദേശീയ ശ്രദ്ധ ആകർഷിച്ച 4 ഇന്നൊവേറ്റീവ് പ്രോഗ്രാംസ് നമുക്കുണ്ട്. അതിലൊന്ന് മന്ദഹാസം. നമ്മുടെ സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പും ആരോഗ്യ വകുപ്പും ചേർന്ന് നടത്തുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചർ, ഒരു സമ്മിശ്ര പദ്ധതിയാണ് മന്ദഹാസം. ഇതിൽ 60 വയസ്സിന് മുകളിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി മുഴുവൻ പല്ലും വെച്ചു കൊടുക്കുന്ന ഒരു സ്കീമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതിന് നമുക്ക് ഒരു ഡെഞ്ചർ ഒന്നിന് 5000 രൂപ വെച്ച് ധനസഹായം തന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അവരത് കൂട്ടി 10000 രൂപ ഒരു സെറ്റ് പല്ല് വെച്ച് കൊടുക്കുന്നതിന് നമുക്ക് തരുന്നുണ്ട്. അതനുസരിച്ച് കഴിഞ്ഞ 2 വർഷങ്ങളിലായി നമുക്ക് 2-3 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ മന്ദഹാസം സ്കീം വഴി ഏതാണ്ട് 7800 പ്രായോജകർ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ഗുണഭോക്താക്കൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രയോജനം കിട്ടി. രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് പുഞ്ചിരി. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സർക്കാർ പ്രൈവറ്റ് മേഖലകളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് സമഗ്ര ദന്ത പരിരക്ഷ, ഇതിന് പുഞ്ചിരി എന്നാണ് പറയുന്നത്. ഏത് തരത്തിലുള്ള ഡെൻ്റൽ ട്രീറ്റ്മെൻ്റ് ആയാലും സാധാരണ രീതിയിലുള്ള പല്ല് സുഷിരങ്ങൾ അടയ്ക്കുന്ന ഒരു ഫില്ലിങ്ങോ സ്കെയിലിങ്ങോ പല്ലെടുക്കലോ മാത്രമല്ലാതെ അവർക്ക് വേണ്ടുന്ന ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റും അവർക്ക് വേണ്ടുന്ന എല്ലാതര ട്രീറ്റ്മെൻറ്റും അതിൻ്റെ എല്ലാ കെയറും സെക്കൻഡറി കെയർ ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നുണ്ട്, സമഗ്ര ദന്ത പരിരക്ഷ. മൂന്നാമത്തെ നമ്മുടെ സ്കീമിൻ്റെ പേരാണ് വെളിച്ചം. ആദിവാസി മേഖലകളിലെയും തീരദേശ മേഖലയിലെയും പ്രായം ചെന്ന വയോധികരിലും നമുക്ക് ഓറൽ ക്യാൻസർ, വദനാർബുദത്തിനും മുന്നോടിയായി വരുന്ന വിവിധ തരത്തിലുള്ള അസുഖങ്ങളുടെയും മാസീവായിട്ടുള്ള സ്ക്രീനിങ് നടത്തുകയും അതിൽ അവരുടെ രോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളും അവരുടെ രോഗത്തിൻ്റെ വ്യാപന രീതിയും തീവ്രതയും തീക്ഷ്ണതയും നമ്മൾ കണ്ടെത്തുകയും അതിൻ്റെ മുന്നോട്ടുള്ള ചികിത്സകൾ കൃത്യമായും വദനാർബുദമായി കഴിഞ്ഞ കേസുകളിൽ കേരളത്തിൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്യാൻസർ സെൻറ്ററുകളിലേക്കും നമ്മുടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ ആശുപത്രി ജില്ലാ ആശുപത്രികളിലേക്കും ഇതൊന്നും പോരാഞ്ഞിട്ട് തന്നെ നമ്മുടെ വയനാട്ടിലെ നല്ലൂർനാടുള്ള സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും നമുക്ക് ക്യാൻസറിൻ്റെ ചികിത്സ ഇന്ന് ലഭ്യമാണ്. നാലാമത്തെ നമ്മുടെ ഏറ്റവും അധികം എടുത്തു പറയത്തക്ക വേറൊരു പ്രോഗ്രാമുണ്ട്, ദീപ്തം. ഡോക്ടർ, സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. ദന്തവദനാരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കേരള ഹെൽത്ത് സർവീസസിലെ ഡെന്റൽ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ ആണ്. വളരെയധികം നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.